പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഈ CCTV ദൃശ്യത്തിൽ കാണുന്നത് ഇവനൊരു മോഷ്ടാവാണ്. സ്ത്രീകൾ തനിച്ചു താമസിക്കുന്ന വീടുകളും അതുപോലെ തന്നെ വയോധികരായ മാതാപിതാക്കളും ഒക്കെ താമസിക്കുന്ന വീടുകളും ലക്ഷ്യമിട്ടുകൊണ്ട് മോഷ്ടിക്കാൻ എത്തിച്ചേരുന്ന ഒരുത്തനാണ്. ഇത് കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് നടന്ന ഒരു മോഷണത്തിൻ്റെ ദൃശ്യങ്ങളാണ്. പക്ഷേ ഈ മോഷ്ടാവിന് ആ വീട്ടിൽ നിന്നും യാതൊന്നും തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. കാരണം ആ വീട്ടിലെ ആ വൃദ്ധ ദമ്പതികളുടെ മകൾ വിദേശത്തിരുന്ന് തത്സമയം ഇത് കാണുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ ആ പെൺകുട്ടി വീട്ടുകാരെ ഫോണിൽ ബന്ധപ്പെട്ടു. വീട്ടുകാർ ഉടൻ തന്നെ നാട്ടുകാരെയും അതുപോലെ തന്നെ വെളിച്ചവും തെളിച്ചതോടുകൂടി ഇവൻ അവിടെ നിന്നും ഓടി എങ്ങോട്ടോ മറയുകയായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഏതായാലും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. ഇവനെയൊക്കെ ജനങ്ങളെ തിരിച്ചറിയണം. ഒരുപക്ഷെ ഇവനെ പോലെയുള്ളവന്മാരൊക്കെയാണ് വയോധികരായ മാതാപിതാക്കൾ താമസിക്കുന്ന വീട്ടിലും ഒരുപക്ഷെ സ്ത്രീകൾ മാത്രമുള്ള വീടുകളിലുമൊക്കെ എത്തി മോഷണം നടത്തുകയും മോഷണത്തിന് ഇടയിൽ ഒരുപക്ഷെ ആക്രമണമൊക്കെ അഴിച്ചുവിടുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. സംഗതി ഇങ്ങനെയാണ്. പത്തനാപുരം പുതുവയിൽ താനൂർത്തറയിൽ റോയിയുടെ വീട്ടിലാണ് മോഷ്ടാവ് മോഷണത്തിനായി എത്തിയത്. വെള്ളിയാഴ്ച രാത്രി 12 മണി കഴിഞ്ഞ് മോഷ്ടാവ് എത്തുകയായിരുന്നു. വീട്ടിലെ നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാവിൻ്റെ ദൃശ്യങ്ങൾ വിദേശത്തുള്ള മകൾ കണ്ടു. മകൾ വീട്ടിലുണ്ടായിരുന്ന മാതാപിതാക്കളെ വിവരമറിയിപ്പിച്ചു. വീട്ടുകാർ ഉണർന്ന് വെളിച്ചമിടുകയും സമീപവാസികളെ ഫോണിൽ വിളിക്കുകയും ചെയ്തതോടെ മോഷ്ടാവ് ഓടി മറയുകയായിരുന്നു. മോഷ്ടാവ് എത്തിയ വീടിന് സമീപത്തുള്ള ബന്ധുവീട്ടിൽ മാസങ്ങൾക്ക് മുമ്പ് വൃദ്ധമാതാവും സഹായിയായ സ്ത്രീയും മാത്രമുള്ള വീട്ടിൽ മോഷ്ടാവ് മാരകായുധങ്ങളുമായി എത്തി. വാതിൽ കുത്തിപ്പൊളിക്കുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്ന് സമീപവാസികളെ വിവരമറിയിച്ചതിനെ തുടർന്ന് മോഷ്ടാവ് ഓടി മറയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. 2 സംഭവങ്ങളിലും ക്യാമറയിൽ മോഷ്ടാവിൻ്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. മോഷ്ടാക്കൾ അന്യസംസ്ഥാന തൊഴിലാളികളാണ് എന്നാണ് സംശയിക്കുന്നത്. സമാന സംഭവങ്ങൾ പരമ്പരയാകുമ്പോഴും പോലീസ് ശരിയായ അന്വേഷണമോ രാത്രികാല പരിശോധനയോ ശക്തമാക്കുന്നില്ല എന്നുള്ള ഒരു പ്രതിഷേധവും ഇപ്പോൾ വരികയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. കാരണം ഇതുപോലെ വിയർപ്പിൻ്റെ അസുഖമുള്ള കഴിവറാമന്മാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇവനെയൊക്കെ കണ്ടെത്താൻ വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾ ഇവനെയൊക്കെ തിരിച്ചറിഞ്ഞു വെക്കാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഞങ്ങൾ ഇന്നലെ ഉറക്കമായിരുന്നു. അപ്പോൾ രാത്രി 12-1 മണി ആയപ്പോഴാണ് മോള് ദുബായിൽ നിന്ന് വിളിച്ച് പറഞ്ഞു. അവൾ ക്യാമറയിൽ ഇങ്ങനെ നോക്കിയപ്പം കണ്ട്. എന്നിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി ബാക്കിൽ കള്ളം വന്നേക്കുന്നു, പപ്പായിട്ട് എണ്ണീച്ച് ലൈറ്റ് ഇടാൻ പറയാം. അപ്പോൾ ചോദിച്ചാൽ എണ്ണീച്ച് ലൈറ്റ് ഇട്ടു. ഫുള്ള് ലൈറ്റ് ഇട്ട് ഇരുവശങ്ങളിലും കിടക്കുന്ന വീട്ടുകാരെ വിളിച്ച് പറഞ്ഞ് അവർ ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ കാണാനില്ല. അന്നേരം നമുക്ക് കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഇനി പായ്ക്ക് കൂടെ നടക്കുന്നതും മതിൽ നനയ്ക്കുന്ന കല്ലിൻ്റെ പുറത്തൂടെ മതിലേ കയറി ഇങ്ങനെ ചാടി അപ്പുറത്തൂടെ പോകുന്നു നമ്മൾ കാണുന്നത്. പിന്നീട് ലൈറ്റ് എല്ലായിടും ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ എങ്ങോട്ട് പോയി എന്താണെന്നൊന്നും നമുക്ക് കാണാൻ പറ്റില്ല.